ഹലോ ഗായ്സ്, എല്ലാവർക്കും എൽ വി ഡ്രീംസിലേക്ക് സ്വാഗതം. രാവിലെ എണീച്ചിട്ട് കുളിച്ച് റെഡിയായി, ബഫിട്ട് തലക്ക്, പിന്നെ മുടി ചീന്തി, പിന്നെ എയർ ബാൻഡ് എടുത്തിട്ട് പിന്നെയും ചീപ്പ് എടുത്തിട്ട് മുടി വാരിയിട്ട് എയർ ബാൻഡ് എടുത്ത് കെട്ടി, പിന്നെ ഫോൺസ് ക്രീം എടുത്ത് ഫേസിലേക്ക് അപ്ലൈ ആക്കി നന്നായിട്ട് ബ്ലെൻഡാക്കിയിട്ട് ഇതിൻ്റെ പറുപ്പ് ഇടുന്നുണ്ടായി. പിന്നെ പോൺസ് പൗഡർ എടുത്ത് അതിനെ ഇട്ട് നന്നായിട്ട് ബ്ലെൻഡാക്കി, പിന്നെ കോമ്പാക്റ്റ് എടുത്തിട്ട് നന്നായിട്ട് അത് വെച്ചിട്ട് ബ്ലെൻഡാക്കിയിട്ടായാൽ പിന്നെ രണ്ട് കണ്ണിൻ്റെ പിരിയും എഴുതി, പിന്നെ സിന്ദൂര വെച്ചു. പിന്നെ ഐലൈനർ എടുത്തിട്ട് രണ്ട് കണ്ണു എഴുതി, പിന്നെ പൊട്ട് വെച്ചു. പിന്നെ ഇയറിങ്സ് രണ്ട് ചെവിയിലേക്കും ഇട്ട് ഒരു റെഡിയായി. പിന്നെ ഷോൾ എടുത്തിട്ട് ഒരു സെറ്റപ്പിൽ റെഡിയായി ഗൈസ്. പിന്നെ സമയമായി, ഞങ്ങൾ ഇറങ്ങി. രാവിലത്തെ 5:30 വൈബ്സ് ഗൈസ്, അടിപൊളി. പിന്നെ അടിപൊളി, അത് വടവറ വൈബ്. പിന്നെ ആടെ ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ 6:30 ആകുമ്പോഴത്തേക്ക് ഒരു സൺറൈസ് വൈബ്. അത് ഇന്ന് സൂപ്പർ കാണാൻ, അത്ര രാവിലെ വൈബ് കാണാൻ. പിന്നെ മുമ്പോട്ട് പോയി അവിടെ പിന്നെ വണ്ടിയിൽ വിനീതേട്ടൻ അറിയാത്ത പോലെ ഒരു വീഡിയോ എടുത്ത്, ഒരു കരയുന്നില്ല. അങ്ങനെ അറിയാത്ത കൊണ്ട് തന്നെ മെല്ലെ വീഡിയോസ് എടുത്ത് അതിന് മുമ്പ് പോയി അവിടെ പിന്നെ ഒരു സിഗ്നൽ കിട്ടി. ആ സിഗ്നലിൽ കുടുങ്ങി ഗൈസ്. അങ്ങനെ കുടുങ്ങിയിട്ടായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു പെട്രോൾ പമ്പ്, അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി അവിടെ മെഡിക്കൽ കോളേജ് അടുത്ത് ആംബുലൻസ്. എത്ര ആംബുലൻസ് ഗൈസ്, അത് കാണാനാവില്ല. അത്ര ആംബുലൻസ് കാണുമ്പോഴേ പേടിയാണ്, അത്ര ആംബുലൻസ്. പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പോയി അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. വിനീതേട്ട പറയുന്നു, സ്റ്റോപ്പ്, ഇത് ഹോസ്പിറ്റൽ, ഇവിടെ വീഡിയോ എടുക്കണ്ടാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, വീഡിയോ എടുക്കുന്നവർക്ക് വീഡിയോ എടുത്തേ പറ്റൂ പറഞ്ഞ്. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരും. പിന്നെ ആംബുലൻസിൻ്റെ മുമ്പ് കുടുങ്ങിയ ഗൈസ്. പിന്നെയും ആംബുലൻസിന്. പിന്നെ അവിടുന്ന് രാവിലെ ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ 100 പെട്ട് ബീഫ് റോസ്റ്റ് എടുത്ത് എനിക്ക് വിനീതേട്ട എൻ്റെ കുമ്പളത്തിൻ്റെ അട പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് പിന്നെ 2 ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് ഗൈസ്. പക്ഷെ വിനീതേട്ടൻ്റെ ഫേസ് കാണുന്നില്ല. ഓർ പറഞ്ഞ് എൻ്റെ ഫേസ് കാണണ്ട. അങ്ങനെ ഓരോ ഫേസ് കാണുന്നില്ല, എൻ്റെ ഫേസ് മാത്രമേ കാണുന്നു. ഞാൻ നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ച് പിന്നെയും മുമ്പോട്ട് വരുമ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടിയുടെ മുമ്പ് ഫുൾ ആംബുലൻസ് തന്നെയാണ്. പിന്നെ അവിടെ ചെറിയമ്മൻ്റെ വീട്ടിൽ വന്ന് അവിടെ ഞങ്ങളുടെ ചുന്തരി വാവ, അവളെ കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഹായ് പറഞ്ഞു. അങ്ങനെ അവൾ ഹായ് പറഞ്ഞു. പിന്നെ എനിക്കൊരു ഉമ്മ തരുമോ ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ഉമ്മ തന്നോള്. പിന്നെ ഞാനും അവൾക്കൊരു ഉമ്മ കൊടുത്തു. അവളങ്ങനെ ആർക്കും ഉമ്മ കൊടുക്കാനാവട്ടെ വാങ്ങാനാവട്ടെ ഇല്ല ഗൈസ്. അന്ന് എന്തോ അവളെ മൈൻഡ് നന്നായിട്ടുണ്ടായത് കൊണ്ട് തോന്നുന്നു അങ്ങനെ ആക്കിയ. പിന്നെ നല്ല കളിക്കുന്നുണ്ട് അവൾ. അങ്ങനെ ഓൾക്ക് ഇഷ്ടമാവട്ടെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തിച്ചേരുന്നതാണ്. പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല വയൽ, ഫുൾ പച്ചപ്പുല്ലുള്ള വയൽ, അതെല്ലാം കണ്ട് വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ഞങ്ങളുടെ ചങ്ങായിമാരെ ആനിവേഴ്സറി, അങ്ങനെ അവരുടെ വീട്ടിൽ പോയി കേക്കെല്ലാം കട്ടാക്കി. പിന്നെ എല്ലാവരും ഉണ്ടായത് കൊണ്ട് എല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ട് ഒരു വീഡിയോ എടുക്കുക, പിന്നെ ഫോട്ടോ എടുക്കുക പറഞ്ഞ്. പിന്നെ ഞാൻ വ്ളോഗ് ആക്കുന്നത് കൊണ്ട് എല്ലാവരും ഫോട്ടോ എടുത്ത് നല്ല രസമല്ലേ. അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കി. കേക്ക് മുറിക്കുന്നിടത്ത് 2 ആളുണ്ട്. ഒരു താഴെ വന്ന് വിനീതേട്ട പിന്നെ സുമേഷ് ഏട്ടൻ്റെ പിന്നെ ഞാൻ പറഞ്ഞ് താഴെ വരും. അങ്ങനെ ഒരു താഴെ വന്നിട്ട് ഒരു നല്ല വീഡിയോസ് എടുത്ത് ഫോട്ടോ എടുത്ത് നല്ല ഒരു ഓർമ്മയ്ക്കായിട്ട് അതെല്ലാം എടുത്ത് പിന്നെ ഞാൻ അകത്തേക്ക് പോയി. അവിടെ ഓള് കേക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഓള് കേൾക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് അധികം തിന്നല്ലേ. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞാൻ തന്നെ ഉണ്ടാവില്ല എല്ലാ ഫോട്ടോയിലുണ്ട്. അങ്ങനെ എല്ലാവരും കേക്ക് തിന്ന് അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നുണ്ടായി. അങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട് മേശത്തിൻ്റെ മോള് ചിക്കൻ കറിയും നെയ്ച്ചോറും ചമ്മന്തി കൊണ്ടുപോയി വെച്ചു. 3 കുട്ടികൾ ആടെ ഇരുന്നിട്ടുണ്ടായി. അങ്ങനെ കുട്ടികൾക്കെല്ലാം വിളമ്പി കൊടുക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് വലിയ ആൾക്കാർ വന്ന സ്ഥലമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു 3-4 ആൾ കുട്ടികളുടെ കൂടെ ഫുഡ് തിന്നാനിരുന്നു. അപ്പോൾ വിനയേട്ട, രഞ്ജിത്തേട്ട, വിജയേട്ട
ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ടായി ഇവർക്ക്. അങ്ങനെ ഇവരെ ഫുഡ് വിളമ്പി കൊടുത്ത് ഇവർ ഫുഡ് കഴിക്കുന്നിട്ട് പിന്നെ വിനീതേട്ടൻ്റെ ഒരു ഹായ് പറഞ്ഞ് പിന്നെ എല്ലാവരും നോക്കാന്ന് പറഞ്ഞ് വിനീതേട്ടൻ എല്ലാവരും നോക്കി. അങ്ങനെ എല്ലാവരെയും ഒരു വീഡിയോ എടുത്ത് ഒരു നല്ല ഓർമ്മയ്ക്കുള്ള ഒരു വൈബല്ലേ ഗൈസ് ഇതെല്ലാം. എപ്പോൾ ഞങ്ങൾക്കത് ഓർമ്മിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ ഓരോ ഫുഡെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡ് എടുക്കാനിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിഞ്ഞു. ഞങ്ങളുടെ ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് വാച്ചിങ്.